നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആ കാലിനെ വരെ ഇരുട്ടടി അടിക്കുന്നവളാ ഈ പറഞ്ഞ ഡേഞ്ചറസ് നൊട്ടോറിയസ് ക്രിമിനൽ സുസ്മിത. എടി, പക്ഷെ അവൾ അറിയുന്നില്ലല്ലോ. അത് എന്റെ അച്ഛനാണെന്ന് അവക്ക് പറയാൻ പറ്റുന്നില്ലല്ലോ. അതിന് വഴി സർവേശ്വരൻ കാണും അമ്മേ. ബന്ധങ്ങളെ അറുത്ത് മുറിച്ചുകൊണ്ട് ഒരു ജീവിതം കിട്ടാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല. വേർപെട്ടു നിൽക്കുന്നതിന്റെ വേദന മനസ്സിലാക്കിയവർക്ക് മറ്റുള്ളവരെ വേർപെടുത്താനുള്ള മനസ്സ് കാണില്ലമ്മേ. അമ്മയ്ക്കറിയോ, എന്റെ ഒരു വാക്കിൽ എനിക്കൊരു ജീവിതം കിട്ടുമ്പോ മറ്റൊരു ജീവിതം മറുഭാഗത്ത് തകരുന്നത് അമ്മയുടെ മകളുടെ തന്നെയാ, ശ്യാമ. എന്നെ പോലെ പിടിച്ചു നിൽക്കാനും തരണം ചെയ്യാനും അവൾക്ക് പ്രാപ്തിയുണ്ടോ? ഇല്ല. ഒരു ജന്മം മുഴുവൻ ആ പാവം ഇരുന്ന് കരഞ്ഞു തീർക്കും. ആ പാപം കൂടി എന്തിനാ അമ്മ ഞാൻ തലയിലേറ്റുന്ന? ശാലിനി, സത്യമോളുമായിട്ട് നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് കഴിയുന്ന ഒരു കാഴ്ച ഈ ജന്മം എനിക്ക് കാണാൻ കഴിയൂടി. ചില കഥകളിലൊക്കെ വായിച്ചിട്ടില്ലേ അമ്മ, യഥാർത്ഥ ജീവിതം നടക്കുന്നത് സ്വർഗത്തിൽ വെച്ചാണെന്ന്. അതും അല്ലെങ്കിൽ അടുത്ത ജന്മത്തിലായിരിക്കുമെന്ന്. അങ്ങനെയാണെങ്കിൽ അടുത്ത ജന്മത്തിലും നമുക്ക് ഈ വീട്ടിൽ തന്നെ ജനിക്കാം. കുടുംബശ്രീ ഹോട്ടലും നടത്താം. ഞാനും വിഷ്ണുവേട്ടനും പപ്പയും സത്യയും അമ്മയും മാത്രമായിട്ട്. ആ പിന്നെ ശാന്തേച്ചി ഉണ്ടാവണം കേട്ടോ, ഇല്ലെങ്കിൽ അമ്മ ഒറ്റയ്ക്ക് പണിയെടുത്ത് വിഷമിക്കും. നിനക്ക് എങ്ങനെ ഈ സങ്കടങ്ങൾക്കിടയിൽ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നു മോളെ? ഈ മനസ്സ് നിറയെ കടലാണെന്ന് അമ്മയ്ക്കറിയാം. അതിന്റെ ഇരമ്പൽ പോലും അമ്മയ്ക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഞാനൊന്ന് മാറി നിന്നാ നീ പൊട്ടിക്കരയോന്നും എനിക്കറിയാം. മോളെ, നീ പറഞ്ഞതാ ശരി. എന്റെ കഷ്ടപ്പാട് കൂടുതൽ കണ്ട് ഏത് പ്രശ്നങ്ങളും നേരിടാനുള്ള കഴിവ് നിനക്കുണ്ട്. പക്ഷെ ശ്യാമയ്ക്കതില്ല. രോഹിത് അവളെ കൈവിട്ടാ പിന്നെ അവളുടെ ഏക ആശ്രയം എന്നേക്കുമായിട്ട് എല്ലാം ഉപേക്ഷിക്കുക എന്നത് തന്നെയായിരിക്കും നല്ലത്. നിനക്ക് മാത്രം ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റും. നിനക്ക് മാത്രം. എല്ലാ തടസ്സങ്ങളും മാറിയപ്പോ നിങ്ങളിനി നിങ്ങളുടെ ജീവിതം നോക്കണമെന്ന് പറയായിരുന്നു ഞാൻ. അനുഭവിക്കാവുന്നത് മുഴുവനും അനുഭവിച്ച് തീർത്തില്ലേ? ശത്രുക്കളെല്ലാം ജയിലിലാവുകയും ചെയ്തു. ഇനിയുള്ള ജീവിതമെങ്കിലും ബഹളങ്ങളില്ലാത്ത സുഖവും സന്തോഷവും നിറഞ്ഞതാവാൻ വേണ്ടി മാത്രം ഞാൻ ഈ പറയുന്നത് മുഴുവനും. ആര് പറഞ്ഞമ്മേ തടസ്സങ്ങൾ മുഴുവൻ ഒഴിഞ്ഞു മാറിയെന്ന്? ഒഴിഞ്ഞു മാറിയത് കൊച്ചു കൊച്ചു തടസ്സങ്ങളാ, ചെറിയൊരു മുള്ളു കൊണ്ടെടുക്കാവുന്നവ. പക്ഷേ തിരശീലയ്ക്ക് പിന്നിൽ ആഞ്ഞടിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരൊന്നൊന്നര മുതലുണ്ട്. കുറച്ച് നാളുകളായി നമ്മുടെ നാവുകളിൽ ആ പേര് നമ്മൾ പറയാറില്ല. കാരണം പറഞ്ഞു പോയാൽ അന്നത്തെ ദിവസം മെനക്കേടാ. എന്റെ നാശം കാണാൻ ആഗ്രഹിക്കുന്നവരിൽ ഒരു കേമത്തി. ഒരായിരം തന്ത്രങ്ങളുമായി എന്റെ സർവനാശം കാണാൻ ഒരുമ്പിട്ടിറങ്ങിയിട്ടുള്ള എന്റെ യഥാർത്ഥ ശത്രു. എനിക്കെതിരെ നീക്കം തുടങ്ങിക്കഴിഞ്ഞു. അവൾക്ക് രാഷ്ട്രീയ സ്വാധീനമുണ്ട്. നിയമപരിരക്ഷകർ സുഹൃത്തുക്കളായുണ്ട്. ഇനിയൊരു വരവ് അവൾക്കുണ്ടാവുകയാണെങ്കിൽ
അതെന്റെ കുലം മുടിക്കാൻ തന്നെയായിരിക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. മോളെ, അങ്ങനെ വരാനേ അവൾക്ക് കഴിയൂ. കാരണം മരണത്തെ എല്ലാവർക്കും ഭയമാണ്. അതിലും ഭയമാണ് മരണകാരകനായ കാലനെ. ആ കാലനെ വരെ ഇരുട്ടടി അടിക്കുന്നവളാ ഈ പറഞ്ഞ ഡേഞ്ചറസ് നൊട്ടോറിയസ് ക്രിമിനൽ സുസ്മിത. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട കൊടിയ വിഷം. അവളെ ജയിക്കാൻ, അവളോട് നേരിട്ട് പോവാൻ ഞാൻ ഇനിയും തന്ത്രങ്ങൾ മെനഞ്ഞേ വെക്കൂ. കാരണം തന്ത്രങ്ങൾക്ക് മീതെ കുതന്ത്രം മെനയുന്നവൾ അവള്. ഒരിക്കലും അടങ്ങാത്തതും അണയ്ക്കാൻ പറ്റാത്തതുമായ ഒരു തീ, ഫയർ. മേഡം, മേഡം, മന്ത്രി സ്ഥലത്തെത്തിയിട്ടുണ്ട്. സുസ്മിതയുടെ ജാമ്യത്തിന്റെ കടലാസുകൾ നീക്കി തുടങ്ങിയിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത്. ഓർഡർ ഒരു പക്ഷേ നാളെ തന്നെ ഉണ്ടായേക്കാം. ഉണ്ടായേക്കെന്നല്ല, ഉണ്ടാകണം. മന്ത്രിയെ ജയിപ്പിച്ചെടുക്കാൻ 100 പേരിൽ ഒരാളായി കൈ ഉയർത്തി ജയ് വിളിച്ച ചരിത്രമല്ല എനിക്കുള്ളത്. നന്നായി പണം കൊടുത്തും മസിൽ പവർ കടമെടുത്തും വാങ്ങിച്ചു കൊടുത്ത കസേരയിൽ തന്നെയാ അയാൾ ഇപ്പോഴും ഉറച്ചിരിക്കുന്നത്. തന്തയില്ല കുറ്റം കാണിച്ചാ തറയെ വാരിയിട്ട് തല തല്ലി പൊളിക്കും ഞാൻ. പറഞ്ഞേക്ക് അയാളെ കാണുമ്പോ. അതൊക്കെ അദ്ദേഹത്തിന് ഓർമ്മയുണ്ട്. ഒരിക്കൽ കണ്ടപ്പോ കഴിച്ച കപ്പ പുഴുങ്ങിയതിന്റെയും നല്ല കാന്താരി മുളകരച്ച ചമ്മന്തിയുടെയും കഥ മന്ത്രി പറഞ്ഞു. സുസ്മിത മാഡം കൊടുത്ത ഭക്ഷണത്തിന്റെ രുചി നാവിൽ ഇപ്പോഴും ഉണ്ടെന്നാ പറഞ്ഞത്. അതുണ്ടാകണം. അതിനുവേണ്ടി മാത്ര അങ്ങനൊരു സാഹസം ഞാൻ അറിഞ്ഞുകൊണ്ട് കാണിച്ചത്. മന്ത്രിയായെന്നേ ഉള്ളൂ, അയാൾക്കിപ്പോഴും ബോധമെന്ന് പറയുന്നൊന്നില്ല. മന്ത്രിയായി കഴിഞ്ഞപ്പോഴും പഴയ കപ്പകൃഷിയും പച്ചവെള്ളം കുടിയും മറക്കാതിരിക്കാനുള്ള സുസ്മിതയുടെ ഓർമ്മപ്പെടുത്തലാണതെന്ന് മനസ്സിലാക്കാനുള്ള വിവരമൊന്നും ഇപ്പോഴും അപ്പോഴും അയാൾക്ക് വെച്ചിട്ടില്ല. കഷ്ടം. പക്ഷേ സുസ്മിതയുടെ കാര്യത്തിൽ പഴയതൊക്കെ മറന്നാൽ അയാള് വിവരം അറിയും. ഇല്ലെങ്കിൽ ഞാനത് ഭംഗിയായിട്ട് ഇവിടെ കിടന്നോണ്ട് തന്നെ അറിയിക്കും. പോയി പറഞ്ഞേക്ക്, അടുത്ത ദിവസം തന്നെ എനിക്കിവിടെ നിന്ന് ഇറങ്ങണമെന്ന്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.